നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലക്ഷണോത്തമന്മാരായ ആനകളെ കാണുവാൻ ആനക്കമ്പക്കാരായ മലയാളികൾക്ക്, ഉത്സവപ്രേമികളായ മലയാളികൾക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹവും വളരെയധികം അവരുടെ ഉന്മേഷവുമാണ്. അത് പ്രത്യേകിച്ചും സഖ്യപുത്രന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ നാടൻ ആനകളാണെങ്കിൽ അതിൻ്റെ കാര്യം പറയുകയും വേണ്ട. പാമ്പാടി രാജനാണോ തിരുവമ്പാടി ശിവസുന്ദറാണോ അക്കാര്യത്തിൽ കൂടുതൽ ലക്ഷണോത്തമൻ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ആനകളുടെയും ആരാധകർക്കിടയിൽ കടുത്ത മത്സരവും വാശിയുമൊക്കെ തോന്നാം. ഇവർക്കൊപ്പം മറ്റൊരു ലക്ഷണോത്തമനായ ഈരാറ്റുപേട്ട അയ്യപ്പൻ കൂടി കടന്നു വന്നാലോ? അങ്ങനെ ആ ഓരോ ആനകളുടെയും ലക്ഷണങ്ങൾ, അതിൻ്റെ ഭംഗി, അതിൻ്റെ ഗുണവും ദോഷവും ഇതൊക്കെ ആനപ്രേമികൾ താരതമ്യം ചെയ്യും. ഇങ്ങനെയുള്ള ലക്ഷണോത്തമന്മാരായ ആനകളെ ഇനി ഒരിക്കലും അവരൊന്നിച്ചുള്ളൊരു ദൃശ്യം, ഒരു ഉത്സവം നമുക്ക് കാണുവാൻ കഴിയില്ല. കാരണം അവരിൽ ചിലർ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എന്നാൽ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് കാണുവാൻ ആഗ്രഹമുള്ള ഒരു ദൃശ്യം, പാമ്പാടി രാജനും തിരുവമ്പാടി ശിവസുന്ദറും ഈരാറ്റുപേട്ട അയ്യപ്പനും ഒന്നിച്ച് നെറ്റിപ്പട്ടങ്ങളുടെ മുഖം മൂടിയൊന്നുമില്ലാതെ ആനപ്രേമികൾക്ക് മുന്നിലേക്ക് വരുന്ന ഒരു ദൃശ്യം നമ്മൾ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ, അതിനൊപ്പം ഈ തലമുറയിലെ ആനപ്രേമികൾ കണ്ടിട്ടില്ലാത്ത, പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള തായങ്കാവ് മണികണ്ഠൻ എന്ന ആന, കൂറ്റനാട് രാജശേഖരൻ എന്ന ആന, ഇവരെ കാണുവാൻ കൂടി ഒരു അവസരം കിട്ടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മഞ്ഞുമ്മൽ ക്ഷേത്രത്തിൽ നടന്ന ഒരു നാടനാന സംഗമം. ആ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കണ്ടു നോക്കുക. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം. പാമ്പാടി രാജനും തിരുവമ്പാടി ശിവസുന്ദറും നേർക്ക് നേരെ നിന്ന് മാറ്റുരച്ചാൽ ആരായിരിക്കും കൂടുതൽ കേമൻ? കോടനാട് കൂട്ടിൽ നിന്നുള്ള ഇവർക്കൊപ്പം അതേ കോടനാടൻ കാടുകളുടെ സന്തതിയായ ഈരാറ്റുപേട്ട അയ്യപ്പൻ കൂടി ശിരസുയർത്തി നിന്നാൽ എന്തായിരിക്കും ചന്തം? ഇനി നമുക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു മുഹൂർത്തം. സ്വപ്ന സമാനമായ ഒരു നാട്ടാന മാമാങ്കം തന്നെ ആവില്ലേ അങ്ങനെ ഒരു സന്ദർഭം? പക്ഷേ ചില നേരങ്ങളിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് വിധിയെഴുതി നമ്മൾ മനസ്സിന്റെ കോണിലേക്ക് തള്ളാൻ നിർബന്ധിതമാകുന്ന ചില അപൂർവ സംഗമങ്ങൾ, അത് തീർത്തും അപ്രതീക്ഷിതമായി സാക്ഷാത്കരിക്കപ്പെട്ടേക്കാം. പുതിയ തലമുറയിലെ ആനപ്രേമികളിൽ നല്ലൊരു ശതമാനം പേർക്കും പറഞ്ഞു കേട്ട് മാത്രം പരിചയമുള്ളതോ ഒന്നോ രണ്ടോ ഫോട്ടോകളിലൂടെ മാത്രം കണ്ടറിയുവാൻ അവസരം ഉണ്ടായിട്ടുള്ളതോ ആയ ചില ആനച്ചന്തങ്ങളുടെ അപൂർവ വിഷ്വലുകൾ കൂടി കാണാൻ കഴിഞ്ഞാലോ? കഴിഞ്ഞ 20-30 വർഷത്തിനിടയിൽ മലയാളി കണ്ടറിഞ്ഞ ഏറ്റവും സുന്ദരനായ നാടനാന ഏതെന്ന് ചോദിച്ചാൽ, ഏറ്റവും ലക്ഷണോത്തമനായ സഹ്യപുത്രൻ ആരെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആനപ്രേമികൾക്കിടയിൽ അടി ഉറപ്പാണ്. ചിലർ പാമ്പാടി രാജന്റെ പേരാവും മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ വേറെ ചിലർക്ക് അത് തിരുവമ്പാടി ശിവസുന്ദറാവും. ഇവർ രണ്ടുമല്ല, അത് ഈരാറ്റുപേട്ട അയ്യപ്പൻ തന്നെയാണെന്ന് തർക്കിക്കുന്നവരും തൃക്കടവൂർ ശിവരാജുവിനോളം കേമനായ മറ്റേതൊരു നാടനാനയുണ്ടെന്ന് ഒറ്റശ്വാസത്തിൽ ചോദിക്കുന്നവരും ഒട്ടും കുറവാവില്ല. കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകൾക്കിടയിലെ കാര്യമാണ് പരിഗണിക്കുന്നതെങ്കിൽ നാട്ടാന ചന്തത്തിന്റെ കൺകണ്ട രൂപങ്ങളായ ആറന്മുള രഘുനാഥനെയും മംഗലാംകുന്ന് ഗണപതിയെയും കോങ്ങാട് കുട്ടിശങ്കരനെയും കുട്ടൻകുളങ്ങര രാമദാസിനെയും മനിശ്ശേരി രാജഗോപാലിനെയും ഒക്കെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് കാര്യകാരണങ്ങൾ അക്കമിട്ട് നിരത്തി തർക്കിക്കാൻ കച്ചമുറുക്കി ഇറങ്ങുന്നവരും ധാരാളമുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ ആനപ്പേരുകൾക്ക് പുറമെ അപ്പോൾ യഥാർത്ഥ നാട്ടാന ചന്തത്തെ നിങ്ങൾ കണ്ടിട്ടില്ല. മറ്റവൻ്റെ കാര്യം നിങ്ങൾക്ക് വിട്ടുപോയതാണോ അതോ മനഃപൂർവ്വം മറന്നു കളഞ്ഞതാണോ എന്നിങ്ങനെയുള്ള കമൻറ്റുകളുമായി ഇനിയും കുറച്ചുപേർ രംഗത്തെത്തും എന്ന കാര്യവും 100% ഉറപ്പ്.
ഇന്ന് ആനകളെക്കാൾ ആനക്കാരുടെ പേരിലാവും ഫാൻസിന്റെ പെരുക്കവും കൂടുതലെങ്കിൽ ഏതാണ്ട് 10-18 വർഷം മുമ്പുള്ള അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഒരാനയിൽ നിന്നും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാപ്പാൻ മാറിയാൽ അതോടെ ആ ആനയോടുള്ള മമതയും തീർന്നു എന്നുള്ള സമീപനം കേട്ടുകേൾവി പോലുമില്ലാത്ത കാലം. നാട്ടിലെ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏതൊക്കെ ആനകളെ അണിനിരത്തണം, എങ്ങനെയുള്ള കോമ്പിനേഷനുകളിലൂടെ കൂടുതൽ പൂരക്കമ്പക്കാരെയും ആനപ്രേമികളെയും തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കാം എന്നൊരു വിധപ്പെട്ട പൂരക്കമ്മിറ്റികളെല്ലാം തലപൊക്കിക്കുന്ന കാലം. 2009 എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി കാര്യമായൊരു മാറ്റത്തിന് വേണ്ടി ഒരിത്തിരി കടന്നു തന്നെ ചിന്തിച്ചു. അന്ന് മലയാളക്കര അടക്കി വാഴുന്ന പ്രധാന സഹ്യപുത്രന്മാരായ ഗജരാജാക്കന്മാരെ എല്ലാം ഒന്നിച്ച് അണിനിരത്തുക. മഞ്ഞുമലിന്റെ മണ്ണിൽ ഒരു നാടനാന മാമാങ്കം. സഹ്യപുത്രന്മാരുടെ കൂട്ടത്തിൽ അക്കാലത്തെ റൊണാൾഡോയും മെസ്സിയും എന്ന് വിളിക്കാവുന്ന പാമ്പാടി രാജന്റെയും തിരുവമ്പാടി ശിവസുന്ദറിന്റെയും സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ സംഭവം കലക്കുമെന്ന് ഉറപ്പിക്കാം. അതിനൊപ്പം ഈരാറ്റുപേട്ട അയ്യപ്പനും കൂടി ഒത്തുചേർന്നാൽ ഒരർത്ഥത്തിൽ അത് ത്രിമൂർത്തി സംഗമം തന്നെയായി. പിന്നെ കൂറ്റനാട് വൈദ്യരുടെ സ്വന്തമായ കൂറ്റനാട് രാജശേഖരനും മലവെള്ളപ്പാച്ചിലിൽ കൂട്ടം തെറ്റി ഒഴുകി വന്ന് നട്ടാന കേരളത്തിന്റെ ഇടനെഞ്ചിലേക്ക് വളർന്നു കയറിയ തായംകാവ് മണികണ്ഠൻ എന്ന യുവരാജനും കൂടിയാവുമ്പോൾ സംഗതി ഡബിൾ തായമ്പകയായി കൊട്ടിക്കയറും എന്ന അവരുടെ കണക്കുകൂട്ടൽ കൃത്യമായിരുന്നു. ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മഞ്ഞുമൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ആനക്കമ്പക്കാരുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു. പാമ്പാടിയെയും തിരുവമ്പാടി ശിവസുന്ദറിനെയും ഒന്നിച്ചെത്തിക്കുമ്പോൾ ആർക്ക് തിടമ്പ് കൊടുക്കും, ആരെ കൂട്ടുനിർത്തും എന്നതായിരുന്നു സംഘാടകരുടെ പ്രധാന വീർപ്പുമുട്ടൽ. ഏതായാലും രാവിലത്തെ പ്രധാന എഴുന്നള്ളിപ്പിന് ശിവസുന്ദറിന് തിടമ്പ് നൽകാം എന്ന തീരുമാനത്തെ പാമ്പാടിയുടെ ഉടമകളും പാട്ടക്കാരും അംഗീകരിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായി. ഒരുപക്ഷെ തിടമ്പ് ആനയ്ക്ക് തുല്യമായതോ അതുമല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തിരി മേലെ നിൽക്കുന്നതോ ആയ ഒരു ഏക്കത്തുകയാവണം അന്ന് ആ കൂട്ടുനിൽപ്പിന് വേണ്ടി പാമ്പാടി പക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. ശിവസുന്ദറിനെ അവന്റെ അവസാന നാളുകളിൽ അടക്കം വഴി നടത്തിയിരുന്ന ചന്ദ്രനാണ് ശിവന്റെ പാപ്പാൻ. രാവിലത്തെ എഴുന്നള്ളിപ്പിനും സ്വീകരണ ഘോഷയാത്രയ്ക്കുമായി തയ്യാറെടുത്ത് ക്ഷേത്രത്തിന് മുന്നിലുള്ള നടപ്പന്തലിലേക്ക് ആദ്യം എത്തി സ്ഥാനം പിടിച്ചത് ശിവസുന്ദറും ചന്ദ്രനും സഹായികളുമാണ്. രാത്രി എവിടെയോ ഒരു പരിപാടി എടുത്ത ശേഷമാണ് പാമ്പാടി രാജൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വാടാനപ്പള്ളി സുനിയാണ് അന്ന് രാജന്റെ ഒന്നാമൻ. മഞ്ഞുമലേക്ക് എത്തിച്ചേരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജന്റെ സ്വന്തം നാടായ പാമ്പാടിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് രാജന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അനുഭവം സുനി അവിടെ വെച്ച് പങ്കുവയ്ക്കുകയുണ്ടായി. എത്ര ദിവസമായി, എത്ര മാസങ്ങളായി ഇവന്റെ കൂടെ കയറിയിട്ട്? ഒരു വർഷമായി. ഈ പാമ്പാടിയുടെ ആരാധകർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ വർഷം പാമ്പാടി ഏറ്റവും നന്നായിട്ട് കയറി നിൽക്കുന്നു. അതായത് ശരീരമൊക്കെ ഒന്ന് മിനുത്ത് കൊഴുത്ത് നിൽക്കുന്നൊരു ആണെന്നാണ് പറയുന്നത്. അത് സുനിയുടെ ഒരു ശ്രമം, ഉടമസ്ഥരുടെയൊക്കെ ശ്രമം തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുണ്ടാവും. നമ്മൾ ആനയൊന്നും വാട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചില്ല. മനസ്സ് വെച്ചാൽ പാമ്പാടി ഇങ്ങനെ നന്നാവും എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാ അല്ലേ? സുനി അതിൽ സന്തുഷ്ടനല്ലേ? പിന്നെന്താ, നമ്മള് നോക്കുന്ന കാരണമല്ല അതങ്ങനെ ഈ നിലയ്ക്ക് ഭംഗിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നോക്കി നമ്മൾ അവനെ നന്നാക്കിയത് കൊണ്ടാണോ അവൻ ഇച്ചിരി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോട്ടയത്ത് വെച്ചൊരു ചെറിയ വിക്രി അവൻ ഒൽപ്പിച്ചില്ലായിരുന്നോ? അത് എല്ലാ ഇനിയിപ്പോ പരിപാടി കഴിഞ്ഞിട്ട് തടമ്പിറക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ആന ഈ പരിപാടി ചെയ്തത്. നമുക്കത് അങ്ങനെ ഈ ആന ശരീരം നന്നായതുകൊണ്ട് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ക്ഷീണിച്ചിരുന്നാലും ഒക്കെ അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ ടൈമല്ലേ, ഇപ്പൊ ഏത് ടൈമിലാണ് നമ്മൾ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അന്ന് അങ്ങനെ ഇപ്പൊ സുനിക്കാണെങ്കിലും കുറച്ച് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയല്ലോ അല്ലേ? കൈക്ക് മുട്ടിന് അത്യാവശ്യം പറ്റി. അതിനുശേഷം ഒരു പേടിയോ അവന് ആദ്യത്തോടുള്ള സ്നേഹം കുറയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തതെന്നാണ് സുനി വിചാരിക്കുന്നത്? എന്തോ നമ്മുടെ ടൈമിങ് അത്ര നമ്മൾ വിചാരിക്കുന്നുള്ളൂ. എന്തായിരുന്നു സംഭവിച്ചത്? ആന നമ്മള് തൊഴിക്കാൻ കൊണ്ടുപോയതാ. സത്യത്തിൽ കൊടിയൊക്കെ ഇറക്കി തൊഴിക്കാൻ കൊണ്ടുപോയപ്പോ ആന അടിച്ചങ്ങിട്ട്. സുനിയാണ് ആദ്യം അടിക്കുന്നത്? എന്നെ അടിച്ചും കിട്ടുവാണ്. പിന്നെ കുത്തുവരുന്നു. ഞാൻ കൊമ്പിനുള്ളിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് 2 പിള്ളേർ അടിച്ച കാരണം തീർച്ചയായിട്ടും ഒരാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വിലക്കാനും പുറകിൽ നിന്ന് ആനയുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവും അല്ലേ? അന്നും സുനിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അവര് ആ പിള്ളേർ ആ സമയത്ത് അവസരോചിതമായിട്ട് വടിയെടുത്ത് ആനക്കിട്ട് 2 കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ഇത്ര ശേഷം നമ്മളെ ഒരു ദിവസം അപായപ്പെടുത്താൻ ആന ശ്രമിക്കുന്നു, അടുത്ത ദിവസം നമ്മൾ വീണ്ടും നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ ആനയെടുത്ത് കയറുമ്പോൾ ഒരു അകൽച്ച മാനസികമായിട്ടുണ്ടാവുമോ?
നമുക്ക് തന്നെ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കാണിക്കാൻ പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ അത് ആനകൾ നമ്മോടും കാണിക്കും, തിരിച്ചും കാണിക്കും. കാണിക്കും. അപ്പൊ നമ്മളോട് ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചൊരു അകൽച്ച നമ്മൾ ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ആ ആനകൾക്ക് അറിയാം. പ്രത്യേകിച്ച് ഈ നാടൻ ആനകൾക്ക് അതറിയാം. കൂടുതൽ വാശിയും ഇതൊക്കെ ഉണ്ട്. നമ്മോട് കാണിക്കും അത്. അവനങ്ങനെ പേടിച്ച് മാറുന്നവൻ ഇവനെ ഒന്ന് പേടിപ്പിച്ച് ഇനിയും കൂടുതൽ പേടിച്ച് മാറിക്കോളും എന്നൊരു തോന്നൽ വരും. മാത്രമേ ഉള്ളൂ. ഓരോ ആനകളെ കുറിച്ച് പറയുമ്പോഴും ചില ആനകൾ ഇപ്പം നമ്മൾ അതാ പറയുന്നത്, ചില ആനകൾ പറയുമ്പോൾ ആനക്കാരനെ അളന്ന് തൂക്കി നോക്കിയിട്ട് അംഗീകരിക്കുന്ന ആനകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ശങ്കരൻകുളങ്ങര അയ്യപ്പനും വേറെ ആനയുടെ കാര്യം അങ്ങനെയുള്ള ആനയുണ്ട്. അപ്പം അങ്ങനെ ഓരോ ആനയും പല ആനകളെയും കയറിയിട്ടുള്ള ആനക്കാരൻ എന്നുള്ള നിലയ്ക്ക് പാമ്പാടി രാജനെ ഇത്രയും ഒരു വർഷം കൊണ്ട് മനസ്സിലായിട്ടുള്ള എങ്ങനെയായിരിക്കും, ഇവൻ എങ്ങനത്തെ ഒരാളാണെന്നാണ്? നമ്മൾ തിന്നാൻ കൊടുക്കുക. ആന കൂടുതൽ ഈ വയലിൻ്റെ വന്നത് ഈ ആനനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് തിന്നാൻ കൊടുക്കുക, അതിന് നേരെ തന്നെ വെള്ളം കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഇന്നത്തെ വരെ ഈ ഒരു വർഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ 3 നേരം വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ കഴുകുക. എല്ലാവരും പറയും അങ്ങനെ ചെയ്യണ്ട കേട്ടോ, ആന പറ്റിക്കുന്നില്ല, ശ്രദ്ധിക്കണം, ആന ഒന്ന് വലിച്ചോ. ഞാൻ ചെയ്തില്ല. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ എന്നോട് പറഞ്ഞത് നീ ആ ചെയ്യാത്തതുകൊണ്ടാണ് അത് ചെയ്തത്. എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ആനയെ ഒന്ന് ക്ഷീണിപ്പിച്ചിട്ട് നമുക്കത് നമ്മളങ്ങനെ ചെയ്യുന്ന ആളുമല്ല, നമ്മൾ കൊണ്ടു നടക്കുന്ന പറ്റില്ല. നമ്മൾ പറയാൻ മുതലോട് നമുക്ക് പറ്റത്തില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മൾ ക്ഷീണിപ്പിച്ചിരുന്ന എൻ്റെ 2 മക്കൾ കഞ്ഞി കുടിക്കുന്നത് ഇതിന്റെ കാശ് കൊണ്ടാണ്. അത് നമ്മൾ ഈ മുണ്ടപ്രാണികളെ നമ്മൾ തയ്യാറില്ല. ആ കേസ് നമ്മൾ ഉപയോഗിക്കും. ഒരു ഭാഗത്ത് ഒരു കാക്കക്കുളി കുളിക്കുന്നതിനിടെ ഇപ്പോൾ ഈരാറ്റുപേട്ട അയ്യപ്പനും കൂറ്റനാട് രാജശേഖരനും ശിവസുന്ദരനുമൊപ്പം ആനപ്പന്തലിൽ നിരന്നു കഴിഞ്ഞു. കേരളത്തിലെ കാടുകളിൽ ജനിച്ചു വളർന്നവരെയാണ് നാടനാനകൾ എന്ന് പൊതുവെ വിളിക്കുന്നതെന്നും നാടനാനകൾക്ക് ബീഹാർ ആനകളിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം എന്തൊക്കെയാണെന്നും നാടന്മാരായ സഹ്യപുത്രന്മാരുടെ ലക്ഷണ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ആനക്കാര്യങ്ങളിൽ അത്ര ആഴത്തിലുള്ള അവഗാഹമില്ലാത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അത്യാവശ്യ ധാരണയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയം ഈരാറ്റുപേട്ട അയ്യപ്പനൊപ്പമുള്ളത് അല്ല, ഉണ്ടായിരുന്നത് അനേക വർഷങ്ങൾ അവനെ കൊണ്ടു നടന്ന ആളാക്കിയ ചേർത്തല സ്വദേശി ബാബുവാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ട അയ്യപ്പനൊപ്പം ബാലാജി വരികയും ബാബുചേട്ടൻ വേമ്പനാട് വാസുദേവനിലേക്ക് എത്തിയിരിക്കുകയുമാണ്. ഒരു കാലത്ത് തൃശൂർ പാലക്കാടൻ പൂരങ്ങളുടെയും വേലകളുടെയും പതിവ് മുഖമായിരുന്ന കൂറ്റനാട് രാജശേഖരന്റെ പാപ്പാൻ. അദ്ദേഹത്തെ ഏറെ വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ സീസണിലെ കൊട്ടിയൂർ ഉത്സവത്തിന് കണ്ടുമുട്ടുമ്പോൾ കാലം എല്ലാവരിലും ഏറെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിരുന്നു. കേരളത്തിൻ്റെ നാട്ടാന ലോകത്ത് ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ എന്ന രീതിയിൽ പലരെയും പകർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ അപ്രകാരം പകർത്തി ഒരു ജീവചരിത്രമാക്കി സൂക്ഷിക്കാൻ കഴിയാതെ പോയ ഗജവീരന്മാരിൽ ഒരുവനാണ് കൂറ്റനാട് രാജശേഖരൻ എന്നത് ഇന്നും ഓർമ്മകളിലെ നോവാണ്. നിരന്നു നിൽക്കുന്ന നാടനാന ചന്തങ്ങളും അവരെ കണ്ണും മനസ്സും നിറഞ്ഞ് കണ്ടാസ്വദിക്കുന്ന ആരാധകരും അവർക്കിടയിലേക്ക് പാമ്പാടി രാജൻ കൂടി കടന്നു വന്നതോടെ കാഴ്ചക്കാരുടെ ആവേശവും താരതമ്യ വിലയിരുത്തലുകളും അതിൻ്റെ ഉച്ചഘട്ടത്തിലേക്കെത്തി. രാജനും ശിവസുന്ദറും തമ്മിലുള്ള താരതമ്യത്തിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അനാലിസിസിലുമാണ് അധികം പേർക്കും താല്പര്യം. എന്തു വന്നാലും രാജന്റെ കളറും ആ തലവലിപ്പവും
അത് പറയാതെ തരമില്ലെന്നൊരു കൂട്ടർ മാർക്കിടുമ്പോൾ വീണെടുത്ത കൊമ്പുകളും തുമ്പിക്കൈയുടെ വണ്ണവും പിന്നെ എഴുന്നള്ളിപ്പ് ചിട്ടയിലുമുള്ള മേൽക്കൈയാണ് ശിവസുന്ദറിനെ മുന്നരങ്ങിന്റെ മുടിചൂടാമന്നൻ ആക്കുന്നത് എന്നാണ് അവന്റെ ഫാൻസിന്റെ അഭിമാനം. പക്ഷേ ഇടനീളത്തിന്റെ കാര്യം വരുമ്പോൾ ശിവന്റെ കാര്യം പരിങ്ങലിലാവില്ലേ എന്നാണ് രാജന്റെയും അയ്യപ്പന്റെയും ഫാൻസിന്റെ മുനവച്ച ചോദ്യം. കൊമ്പിന്റെ ഭംഗിയിലും കരിങ്കറുപ്പ് നിറത്തിലും ഈരാറ്റുപേട്ട എന്താ ആരുടെയെങ്കിലും പിന്നിലാണോ എന്ന് അയ്യപ്പൻ ഫാൻസും വിട്ടുകൊടുക്കാതെ ചോദിക്കുന്നു. പക്ഷെ എല്ലാ ആനകളുടെയും ആരാധകർ ഒറ്റ മനസ്സോടെ തലകുലിക്ക് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തു തന്നെ ആയാലും ഈ മുതലുകളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി നാട്ടാർക്ക് മുഴുവൻ കാണാൻ അവസരം സൃഷ്ടിച്ച മഞ്ഞുമൽ ബോയ്സിനോട് നന്ദി പറയാതെ തരമില്ല തന്നെ. പക്ഷെ അന്നത്തെ ആ ബോയ്സിൽ പലരും ഇപ്പോൾ ഉത്തരവാദിത്വമുള്ള കുടുംബനാഥന്മാരും വലിയേട്ടന്മാരും ഒക്കെ ആയിട്ടുണ്ടാവും. നിങ്ങൾ മഞ്ഞുമ്മൽ ശ്രീകൃഷ്ണ ക്ഷേത്രം അല്ലേ? ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇതിപ്പോ ഇന്നലെ നിങ്ങൾക്ക് തെച്ചിക്കോട് വന്നല്ലേ ഇവിടെ ഉത്സവത്തിന് തെച്ചിക്കോട്ട്. ഇന്ന് എല്ലാം നാടനാനകൾ. അത് ഏതൊക്കെയാണ് പ്രധാനമായിട്ട്? തിരുവമ്പാടി ശിവസുന്ദർ, പാമ്പാടി രാജൻ, തായങ്കാവ് മണികണ്ഠൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, കൂറ്റനാട് രാജശേഖരൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നാടനാനകളെ തന്നെ ഇന്ന് സെലക്ട് ചെയ്തത്? കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം ഞങ്ങൾക്ക് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനായിരുന്നു, മംഗലാംകുന്ന് അയ്യപ്പൻ, പാമ്പാടി, തിരുവാണിക്കാവ്, മംഗലാംകുന്ന് ഗണപതി. അതിൽ 3 നാടനാനകളും 2 ബീഹാറി ആനകളുടെയും കൂട്ടായിരുന്നു, സംഗമമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വീണെടുത്ത കൊമ്പും നിലം പറ്റുന്ന കൈയും വായുകുമ്പത്തിൽ നിന്ന് ഒരേ വലിപ്പത്തിലുള്ള കൈവണ്ണവും തലക്കുന്നിയും നല്ല നടയും അമരവും ഒക്കെ ഉള്ള സൗന്ദര്യമുള്ള 5 നാടനാനകളെ, അതും ഒരു 10 അടിയോട് അടുത്തുള്ള 5 ആനകളെ നിരത്തി ഒരു അത്യപൂർവമായ ഒരു സഹ്യപുത്രന്മാരുടെ സംഗമം, അതാണ് ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇന്ന് കേരളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട നാടനാനകൾ എന്ന് പറയാവുന്നവരെ ഏറ്റവും ടോപ്പിനെ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പാമ്പാടി രണ്ടുപേരും തമ്മിലായിരിക്കും ആനക്കമ്പക്കാർക്കിടയിൽ ഏറ്റവും അധികം കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത ഗ്രേഡുള്ള ഈരാറ്റുപേട്ട അയ്യപ്പൻ അല്ലെ. പിന്നെ ഏറ്റവും ഉയർന്നു വരുന്നതിന് ഏറ്റവും ഉയരം വയ്ക്കാവുന്ന നാടനാന എന്ന് പറയുന്നത് തായങ്കാവ് മണികണ്ഠൻ. നിങ്ങൾ തന്നെ പല ഓരോ ആനകളുടെ ആരാധകരുണ്ടാവുമല്ലോ അല്ലേ? അതില് കൂടുതൽ പാമ്പാടിക്കാണ് കൂടുതൽ. ശിവസുന്ദരൻ എത്ര പേരുണ്ടാവും? ഇതിപ്പോ ശിവസുന്ദർ ഇവിടെ നമ്മുടെ ഈ അമ്പലത്തിൽ ഇപ്പൊ ആദ്യമായിട്ടാണ്. പാമ്പാടി ഇതിന്റെ മുമ്പും വരുന്നത്. പക്ഷേ ഞങ്ങൾ പാമ്പാടിക്ക് പണ്ട് മുതലേ കണ്ട ആരാധകരുണ്ടെങ്കിലും തിരുവമ്പാടിയാണോ പാമ്പാടിയാണോ കൂടുതൽ സൗന്ദര്യവും ഉയരവുമുള്ള ആന എന്നുള്ളത് ആനക്കമ്പക്കാരിലെ ഒരു എന്നും ഒരു സംശയമാണ്. രണ്ടിനും അതിൻ്റെതായ അഴകുണ്ട്. തിരുവമ്പാടിക്ക് ഫ്രണ്ടിൽ നിന്നൊരു കോങ്ങോടിൻ്റെ ഛായയും വീണെടുത്ത കൊമ്പും നല്ല സൗന്ദര്യവുമാണ്. പക്ഷേ ശരീരഭാഗങ്ങളുടെ വലിപ്പം കൊണ്ടും മറ്റ് എല്ലാ ഘടകങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ പാമ്പാടിക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. അപ്പോൾ തിരുവമ്പാടിയും പാമ്പാടിയും ഒന്നിച്ച് നിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ 1 മാസത്തോളം 1.5 മാസത്തോളമായി വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ 2 ആനകളുടെ കോമ്പിനേഷൻ. ശിവസുന്ദറിന് ശരിക്കും പറഞ്ഞാൽ കൂട്ടായിട്ട് പാമ്പാടി വരില്ല എന്നുള്ള ഒരു ഇത് വരും. ഞങ്ങളത് വീണ്ടും അത് പറഞ്ഞ് സംസാരിക്കും. വളരെ ശരിക്കും ബുദ്ധിമുട്ടി ഞങ്ങൾ. അതിന് നന്ദി പറയേണ്ടത് പാമ്പാടിയുടെ മുതലാളിയോട് തന്നെയാണ് പറയാം. തീർച്ചയായിട്ടും രോഹിത് നമ്മളോട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൂട്ടി നിൽക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു പ്രശ്നം അതിനിടയിൽ വന്നിരുന്നു. പിന്നെ അടുത്ത നേരം നിങ്ങൾ തിരിച്ചായിരിക്കും പാമ്പാടിക്ക് തിടമ്പും അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവരത് നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ പാമ്പാടി അത് അവരുടെ നല്ലൊരു മനസ്സ് അതിൻ്റെ ഇത്. അപ്പൊ അവര് നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് പ്രോബ്ലങ്ങളൊന്നും ഇല്ല. പാമ്പാടി കൂടി കടന്നു വന്നതോടെ രാജന്റെയും ശിവസുന്ദറിന്റെയും അയ്യപ്പന്റെയും പാപ്പാന്മാർ തങ്ങളുടെ ആനകളെ അത്യാവശ്യം നിലവ് നിർത്തുവാനുള്ള ശ്രമത്തിലാണ്. 3 പേർ എന്തായാലും ആഞ്ഞു പിടിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ വെറുതെ മസില പിടിച്ച് ഊർജം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിലാവാം കൂറ്റനാട് രാജശേഖരന്റെ പാപ്പാൻ ഏതായാലും അങ്ങനെ ഒരു സാഹസത്തിന് തയ്യാറാവുന്നില്ല. ഗജസൗന്ദര്യത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളായ ഈ സുന്ദര കുട്ടന്മാരെ എന്തിനാ തലപിടിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അവർ അങ്ങനെ അവരുടേതായ രീതിയിൽ ചുമ്മാ നിന്നാ പോരെ? അതല്ലേ അതിന്റെ രസവും സന്തോഷവും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആനപ്രേമികളും കൂട്ടത്തിലുണ്ട്.
അടുത്തത് സ്വീകരണ ഘോഷയാത്രയ്ക്കായുള്ള പുറപ്പാടാണ്. ശിവസുന്ദറാണ് ആദ്യം ചുവടുവയ്ക്കുന്നത്, പിന്നാലെ പാമ്പാടി. പക്ഷെ തന്റെ പാപ്പാനൊപ്പം മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് രാജൻ ചുരുണ്ട് ചൂളി കൂടുന്നത് പോലെ ഒരു പരുങ്ങൽ. നീരിൽ നിന്ന് അഴിച്ച ശേഷമുള്ള ആദ്യ നാളുകളിൽ പാപ്പാന്റെ ജീവന് നേർക്ക് കൊമ്പും കുലുക്കി ചെന്നതിനെതിരെ കിട്ടിയ ഓർമ്മപ്പെടുത്തലുകളുടെ ശിഷ്ടവും മിച്ചവും ഒക്കെ ആവാം ഈ പരുങ്ങൽ. മഞ്ഞുമൽ പള്ളി ഗ്രൗണ്ടിൽ നിന്നാണ് ഘോഷയാത്രയുടെ ആരംഭം. നാട്ടാന കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന മാതംഗ സുന്ദരന്മാർ. അവരെ ഇങ്ങനെ നെറ്റിപ്പെട്ടമെന്ന മുഖംമൂടിയുടെ മറവും മറയും ഏതുമില്ലാതെ തൊട്ടെടുക്കാൻ പാകത്തിൽ മുട്ടിയുരുമി എന്നോണം കൺമുന്നിൽ കിട്ടുന്ന ഈ ഒരു മുഹൂർത്തം, അത് ആനക്കമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം വീണ് കിട്ടുന്ന അസുലഭ ദൃശ്യം പോലെ ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഘോഷയാത്ര ആരംഭിച്ചിട്ടും അവർ കാത്തിരുന്ന യുവ നായകന്മാരിൽ ഒരുവൻ തായംകാവ് മണികണ്ഠൻ എത്തിച്ചേർന്നിട്ടില്ല എന്നതിൽ കുറച്ചു പേർക്കെങ്കിലും ചെറുതല്ലാത്ത നിരാശയും ഉണ്ടായിരുന്നു. അന്ന് 2009 അത്യപൂർവമായ ആ സഹ്യപുത്ര സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തിച്ചേർന്ന ചെറുപ്പക്കാർ, അവരിൽ പാമ്പാടി രാജന്റെയും ശിവസുന്ദറിന്റെയും അയ്യപ്പന്റെയും ഒക്കെ ആരാധകർ ഉണ്ടായിരുന്നു. തങ്ങളുടെ സ്വപ്ന നായകന്മാരെയും അവരുടെ പ്രധാന പ്രതിയോഗികളെയും എങ്ങനെയൊക്കെയാണ് അവർ വിലയിരുത്തുന്നത് എന്നും മാർക്കിടുന്നതെന്നും കേട്ടു നിൽക്കുന്നതും രസകരം. ആളിവിടെ എൻ്റെ മുമ്പ് എന്നെ കൊണ്ട് പറഞ്ഞു വന്നു ഇവിടെ. എവിടെയാ സ്ഥലം? ഇളങ്ങുന്നപ്പുഴ. എന്താ പേര്? രാഹുൽ. രാഹുൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. KMK ഹോസ്പിറ്റൽ. എവിടെയാ? KMK പറവൂർ. എന്താണ് പേര്? വൈശാഖ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ചെയ്യുന്നു. എൻ്റെ പേര് പ്രമോദ്. ഞാനൊരു കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. എൻ്റെ പേര് അനൂപ്. ഞാനൊരു ഏരിയ മാനേജറാണ് ഒരു കമ്പനിയുടെ. എൻ്റെ ഒരു വിനയ്. ഞാൻ HDFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു അഭിലാഷ്. HCL വർക്ക് ചെയ്യുന്നു. എല്ലാവരും ഉദ്യോഗസ്ഥരും ഒരാൾ മാത്രം സ്റ്റുഡൻ്റ് ഉണ്ടല്ലേ? ഡോക്ടർ എല്ലാവരും സമൂഹത്തിൻ്റെ ഏതാണ്ട് ഒരു എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുണ്ട്. പക്ഷെ എല്ലാവരും നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ആനക്കമ്പമാണ്. അത്യാവശ്യം ഈ ഉത്സവപ്പറമ്പിലേക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു ഉത്സവ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിക്കുന്നതും ഈ ഒരു കാരണം തന്നെയാണ്. ആനക്കമ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ ആനയുടെ ആരാധകരും അല്ലെങ്കിൽ ചിലതിനോട് കൂടുതൽ ആരാധനയൊക്കെ ഉള്ളവരുണ്ടാവും. തീർച്ചയായിട്ടും ഏതാനയാണ് നിങ്ങൾക്ക് ഏറ്റവും ശിവസുന്ദർ. രണ്ട് ആനകളെ ഇഷ്ടമാണ്, ശിവസുന്ദറിനെ പാമ്പാടി രാജനെ ഇഷ്ടമാണ്. പാമ്പാടി. എനിക്കും രണ്ട് ആനകളെയാണ്, ഒന്ന് മലയാളപ്പുഴ രാജനും ഒന്ന് തിരുവമ്പാടി ശിവസുന്ദർ. അങ്ങനെ അപ്പൊ പാമ്പാടിയുടെ ഒരാരാധന ഉള്ളു ഇതില്. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല, നാടാനോട് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും ഈ നമ്മളൊരു ഉത്സവപ്പറമ്പ് ചെന്ന പാമ്പാടി ആനയുടെ മുന്നിൽ ഒരുപാട് ആരാധകരുണ്ട്. എന്താണ് പാമ്പാടി ആനയെ കൂടുതൽ ഒരു ഇത്രയധികം അതിനുള്ള ആകർഷണം എന്ന് പറയുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ ഏറ്റവും അധികം ഒരു ആരാധകനൊക്കെ? ഇപ്പോഴുള്ള നാടാനകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവറോളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ഇപ്പോൾ പാമ്പാടിയാണ് നിൽക്കുന്നത്. ഒരു ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുള്ള ഈ രണ്ട് ആനകളെയും കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുള്ള നാടനാനകളിൽ ഏറ്റവും കൈനീളവും ഉടൽ നീളവും
അളവിലും നിലവ് പറയുന്നില്ലെങ്കിൽ അളവിലും പാമ്പാടി ആനയായിരിക്കും മോഡൽ. പിന്നെ മുന്നഴകിൽ തിരുവമ്പാടി ശിവസുന്ദരനെ വെല്ലാൻ ഒരു ആനയെന്ന് കേരളത്തിലില്ല. നാടനാനയിൽ കൊമ്പിലും പിന്നെ തുമ്പി തുടങ്ങുന്ന അവിടുത്തെ വണ്ണം, ചെവി, തലക്കുന്നി, എഴുന്നള്ളിപ്പ് ചിട്ട, ഇതിനെല്ലാം തിരുവമ്പാടി ശിവസുന്ദർ പാമ്പാടിയാനേക്കാൾ ഒരു പങ്ക് മുകളിലേക്ക്. ബാക്കി ഘടകങ്ങളിൽ അതായത് മൊത്തം ഒരു ആനക്കാഴ്ചയിൽ പാമ്പാടിയാന ചിലപ്പോൾ തിരുവമ്പാടിയാനേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പിൽ. രണ്ടെണ്ണത്തിനും നമുക്ക് കമ്പയർ ചെയ്ത് പറയാമെന്നെങ്കിൽ ഇങ്ങനെ പറയാം. ഞാൻ ഈ 2 ആനകളെ സ്നേഹിക്കുന്നു, അതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഈ ശിവസുന്ദരന്റെ ആരാധകരോട് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പാടിയെ ശിവസുന്ദരനെ നമ്മൾ ഒപ്പത്തിനൊപ്പം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ശിവസുന്ദരനെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളതിന് മറുപടി എന്തായിരിക്കും? എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്ന ശിവസുന്ദരന്റെ പ്ലസ് പോയിന്റ്സ് അല്ലെങ്കിൽ പാമ്പാടിക്കുള്ള മൈനസ് മാർക്ക്? മൈനസും പറയാം, പ്ലസും പറയാം. ശിവസുന്ദരനുള്ളത് ഇവിടെ ആനയെ നിർത്തിയപ്പോൾ കണ്ടതാണല്ലോ, പാമ്പാടി നിൽക്കുന്നതും ശിവസുന്ദറും നിൽക്കുന്നു. പക്ഷേ ശിവസുന്ദർ നിന്നപ്പോൾ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല, പാപ്പാനും ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പാപ്പാൻ നിന്നോടത്ത് തന്നെ നിൽക്കുന്നു. പക്ഷേ പാമ്പാടിക്ക് അങ്ങനെയല്ലായിരുന്നു, പാപ്പാൻ അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാ പ്രലോഭനവും നിൽക്കുകയായിരുന്നു. ആ അനക്ക് ശരിക്കും അനുസരണുണ്ടാവും, പക്ഷേ അനുസരണ കുറച്ച് കുറവാണ്. തിരുവമ്പാടിക്ക് എന്ന് വെച്ചാൽ നിന്ന് നിൽപ്പിൽ നിൽക്കും. ഒരു കൊമ്പിന്റെ മുകളിലേക്കുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂ അതില് ശിവസുന്ദർ ആനല്ല, പൂക്കോടൻ ആന എന്ന് പറയണം. ശിവസുന്ദർ അല്ല, പൂക്കോടൻ ആന. ഞങ്ങൾ പൂക്കോടൻ എന്നാണ് പറയുള്ളൂ. പൂക്കോടൻ ആനയല്ല മുന്നഴകിന് ഒരു ആന നാടനാനകളിൽ നിന്നില്ല. ഒരു കുറവെന്ന് പറയുന്നത് ഉടനീളത്തിനുള്ള ഒരു കുറവാണ്. വേറെ ഒന്നുമില്ല. തിരുവമ്പാടി എനിക്ക് കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഒരിക്കലും നിൽക്കില്ല. തിടമ്പായാലും 1-ാം കൂട്ടായാലും എപ്പോഴും ഒരു സൈഡിലേക്ക് പാമ്പാടിയാനെ ആകർഷിക്കുന്ന ഒരു ഘടകം, ഒരു ഡ്രോബാക്ക്, അതായത് അതിന്റെ ചിട്ട, എഴുന്നള്ളിപ്പ് ചിട്ട കുറവാണ്. മറ്റ് നാടനാനകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എഴുന്നള്ളിപ്പ് ചിട്ട കുറവ്. പിന്നെ ഏത് കൂട്ടാനായിട്ട് നിന്നാലും പാമ്പാടിനെ കുറച്ച് മറ്റു കൂട്ടാനേക്കാളും ചിലപ്പോൾ എടുത്ത് ശോഭിക്കാം. അതിന്റെ കൈ നീളവും ആകാര വടിവും കാരണം, ശരീരത്തിന്റെ വടിവും കാരണം. ഇപ്പൊ എത്ര മംഗലാവുന്ന ഇപ്പൊ തേരാമംഗലാനൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പാമ്പാടിനെ എടുത്ത് ശോഭിക്കുന്നത് അതിന്റെ ഒരു ആകാരത്തിന്റെ ശരീര വടിവും പുഷ്ടിയും അതിന്റെ കൈ നീളവും കാരണമാണ്. അതെ, മണപ്പള്ളിക്കാവിൽ ഇത്തവണ മംഗലാനയ്യപ്പനും കൂട്ടായിരുന്നു. ഇവിടെ ഇപ്പൊ മരടില് തിരുവമ്പാടി ചന്ദ്രശേഖരനും കൂട്ടായിരുന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ കൂട്ടു നിൽക്കുന്നതിന് വലിയ ഇവര് അങ്ങനെ കൂട്ടു നിൽക്കുന്നതിന് അല്ല, ഈ പാമ്പാടിയാനെ കൂട്ടു നിൽക്കുന്നതിൽ ഒരു വിഷമത ഇപ്പൊ കാണിക്കുന്നില്ല. പ്ലസ് പോയിന്റ് വേണമെന്നില്ല, പക്ഷെ അവര് ശ്രദ്ധിക്കും. കൂട്ടത്തിലെ ഒരു ഉപനായകനായ പോലും നായകനെ മറികടക്കുന്ന ഉണ്ട്. അതെ, കാരണം ഇവിടെ ഒരു എഴുന്നള്ളിപ്പ് കൂട്ടത്തിൽ കാണുന്നുണ്ടെങ്കിൽ എടുത്ത് ശോഭിക്കാനുള്ള പ്ലസ് പോയിന്റ്സ് പാമ്പാടിയാണ് കയ്യിലിപ്പോ അവനുണ്ട്. അല്ല, അതിനുള്ള വകുപ്പുകളും ആളുകളെ ആകർഷിക്കാനുള്ള. നമ്മളിപ്പോ ഈ ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞ ഒരു ആനപ്പറമ്പിൽ പോയി നമ്മൾ ഓരോ ആനകളെ കാണുമ്പോൾ തായങ്കാവമണി കണ്ടിട്ടുണ്ട്, പാമ്പാടിയുണ്ട്. ഇതൊക്കെ ഓരോ ആനകളെ നമ്മൾ അവര് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് കാണുമ്പോൾ ഏതാനായിരിക്കും? അതെ. അപ്പൊ വെറുതെ ഇതിലിപ്പോ നമ്മുടെ നാടനാന ഇപ്പൊ ഒരു തെച്ചിക്കോട് ഈ കൂട്ടത്തിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും തെച്ചിക്കോട്ട് രാമേന്ദ്രൻ അതിന്റെ നിലവിലും അളവിലുമാണ് നിൽക്കുന്നത്. നമുക്കൊരു തലയെക്കെട്ടഴിച്ചൊരു ഇടത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും നാടനാനകളിൽ അത്ര ഒരു എഫക്റ്റ് ഒരിക്കലും ഒരു ബീഹാറി ആണെങ്കിൽ അല്ലെങ്കിൽ വരുത്തനാണെങ്കിൽ വരില്ല. ഒരു മണിക്കൂർ കണ്ടു നിന്ന് കഴിഞ്ഞാൽ തെച്ചുകോട്ടെ അവനെ ശരിക്കും ഒരു 10 മിനിറ്റ് കണ്ടു നിൽക്കാനുള്ള ശരിക്കും ആസ്വദിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഭംഗിയെ നമ്മൾ പോവില്ല. ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴാണെങ്കിലും ആനെ നമുക്ക് പോകാൻ ഞാൻ മലയാളപ്പുഴ രാജനും അതുപോലെ തന്നെ തിരുവമ്പാടി ശിവസുന്ദരന്റെ മലയാളപ്പുഴ രാജന്റെ ആരാധകനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, മലയാളപ്പുഴ രാജാനും പാമ്പാടി രാജനുമായിട്ട് ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കളറ് ഒരേ കാട്ടിൽ വന്ന എന്തൊക്കെയോ ചില സാമ്യങ്ങൾ ഇവർ തമ്മിലുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് മലയാളപ്പുഴ രാജന്റെ ആരാധകനായിരിക്കുമ്പോൾ തന്നെ ശിവസുന്ദരന്റെ ആരാധന എങ്ങനെയാകുന്നത്? മലയാളപ്പുഴ രാജന് പാമ്പാടി രാജന്റെ പാമ്പാടി രാജനെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ടും. പക്ഷെ എന്നാലും ഞാൻ മലയാളപ്പുഴ അടുത്തുള്ള സ്ഥലത്തുള്ള ആളാണല്ലോ. അതുകൊണ്ട് മണ്ണിന്റെ മക്കൾ എന്നുള്ള ആ ഒരു നൻകുഞ്ഞു പൊൻകുഞ്ഞു എന്നുള്ളൊരു വികാരം കൂടി ചെറുതിലേ ഞാൻ കണ്ടു തുടങ്ങിയ നമ്മുടെ ഒരു പേഴ്സണൽ ഒരു അറ്റാച്ച്മെന്റ് കൂടി ഉണ്ട്. അതെ, അത് നല്ല ചിട്ടയുള്ള ആനയാണ്, ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു ആനയാണ്. പൊതുവെ നാടനാനകൾ എന്തായാലും ഇപ്പൊ നാടനാനകളുടെ ഒരു സംഘം. അതെ, ഞങ്ങളുടെ പരിപാടി ഇടങ്ങണപ്പള്ളി ഇപ്പൊ ഞങ്ങൾ 4 വർഷമായിട്ട് നാടനാന സമൂഹം നടക്കുന്നു. ഇപ്പൊ ഇവിടെ 5 നാടനാനുണ്ട്. ഞങ്ങൾ എല്ലാവരും മലയാളി നമ്മൾ അതിർത്തി കിടന്ന എല്ലായിടത്തേക്കും ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഈ പുറത്തുനിന്ന് വന്നവരെ എങ്ങനെ മാറ്റി നിർത്തി നാടനാനകൾക്ക് പ്രാമുഖ്യം നൽകുന്ന മണ്ണിന്റെ മക്കൾ വാദം ശരിയാണോ? അല്ല, അത് പറയാൻ പറ്റില്ല. അതൊരു ഒരു സ്റ്റൈൽ. അതായത് അല്ല, നാടനാനകളെ നമ്മൾ നാട്ടുകാരുടെ അടുത്ത് എത്തിക്കുക. ഇതാണ് നാടനാനകളുടെ ചന്തത്തിന്റെ ഗുണാണങ്ങൾ. അപ്പൊ
അത് ഇപ്പൊ ഇവിടെ ഒരു നല്ലൊരു എഫർട്ടാണ്. അതുപോലെ ഞങ്ങൾ ഇളങ്ങുന്നപ്പുഴയിൽ 2006 11 നാടനാന അണിനിരത്തി, ഇക്കൊല്ലം 8 നാടനാന. അപ്പോൾ ഈ നാടനാനകളെ കുറിച്ച് നാട്ടുകാർക്ക് കൂടുതൽ ആനപ്രേമികൾക്ക് നാട്ടുകാർക്ക് അറിയാനുള്ള ഒരു അവസരം അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ബീഹാരി ആനകൾ മോശമാണ് അല്ലെങ്കിൽ അത് കൂടുതലാണ് ഇതിനെക്കാട്ട് ഇരട്ടി ജനങ്ങൾ ഇവിടെ കൂടിയാണ്. കാരണം ഏറ്റവും ഉയരം കൂടിയ ആനകളെല്ലാം ഭംഗിയുള്ള ആനകളുണ്ടല്ലോ. ഇപ്പൊ തിരുവമ്പാടി, കുട്ടിശങ്കരൻ, ശ്രീനിവാസൻ, ഗുരുവായൂർ ഇന്ദ്രസൻ, നല്ല ഭംഗിയുള്ള ആനകളൊക്കെ. അയ്യപ്പൻ ഇവരൊക്കെ ബീഹാറി ആനകൾ വരികയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു മത്സരം തന്നെ കണ്ടാനെ. കാരണം എല്ലാ ആനകൾക്കും ഇനി നമ്മളെ ഒരു പൂരം എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡ് ബീഹാറി ഒരു സൈഡ് മണ്ണിന്റെ മക്കളെയും കൂടിയൊക്കെ നിർത്തി ഒരു മത്സരം നടത്തിയാൽ എല്ലായിടത്തും രണ്ട് സൈഡും ഒരുപോലെ കൂടും. അങ്ങനെയാണ്. ശരി എന്നാ. രാവിലത്തെ ഉത്സവ എഴുന്നള്ളിപ്പിന് പിന്നാലെ ഒരു സമ്മേളനവും സ്വീകരണവും. ചലച്ചിത്ര ഗാന രചയിതാവായ RK ദാമോദരനായിരുന്നു ഉദ്ഘാടകൻ. സമ്മേളനം ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടയിൽ അതിന് പിന്നിലായി വിഭവസമൃദ്ധമായ ആനയൂട്ടും നടന്നു. സ്വീകരണ ഘോഷയാത്രയുടെ സമയത്ത് ഹാജറില്ലായിരുന്നെങ്കിലും തായങ്കാവ് മണികണ്ഠനും അപ്പോഴേക്കും എത്തിച്ചേർന്നിരുന്നു. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സഹ്യപുത്രൻ എന്ന കിരീടത്തിലേക്ക് എത്തേണ്ടിയിരുന്ന തായങ്കാവ് മണികണ്ഠനെ കാണാൻ ലഭിക്കുന്ന അപൂർവ അവസരം എന്ന പ്രത്യേകതയും ഈ വീഡിയോയ്ക്കുണ്ട്. മഞ്ഞുമൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അന്ന് നടന്ന നാടനാന മത്സരത്തിൽ പങ്കെടുത്ത ആനച്ചന്തങ്ങളിൽ 3 പേർ, തിരുവമ്പാടി ശിവസുന്ദറും തായങ്കാവ് മണികണ്ഠനും കൂറ്റനാട് രാജശേഖരനും ഇപ്പോൾ നമ്മോടൊപ്പമില്ല. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും പാമ്പാടി രാജന്റെയും ഈരാറ്റുപേട്ട അയ്യപ്പന്റെയും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം നിർത്തട്ടെ.